Hi, this is Pradeep Kumar from here. This place is nearby Lakeshore Hospital. The place name is Kochi Backwater. Kochi Backwaters. We are with Mr. Jolie Thomas Idamparam and Miss Girija Govind. Let's hear from them. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് മാഡം പറയുന്നതായിരിക്കും. മിസ് ഗിരിജ ഗോവിന്ദ് പ്ലീസ്. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പവർ ബോർഡ് സർട്ടിഫിക്കേഷൻ ആണ്. പവർ ബോർഡ് കൊണ്ട് എങ്ങനെ പവർ ബോർഡ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഇന്റർനാഷണൽ വാല്യൂ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആക്കുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ കുറേ ക്രെഡൻഷ്യൽസ് ഉണ്ട്. അതായത് 2009 ഓൺവേർഡ്സ് ഞങ്ങൾ SH കോളേജിലാണ് ഇത് ആക്ടിവിറ്റി തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ യോട്ടിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു നിയർലി 1000 സ്റ്റുഡൻസോളം ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഓൾ ഓവർ കേരള, കാസർഗോഡ്, കന്യാകുമാരി എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സാർ ഒരു കൊച്ചി യമൻ കൊച്ചി ഒരു എക്സ്പീഡിഷൻ സെയിലിംഗ് സാർ നടത്തിയിട്ടുണ്ട്. അതും ഞങ്ങളുടെ ഓർഗനൈസേഷനിലൊരു മൈൽ സ്റ്റോൺ. ഞങ്ങളുടെ ചൈൽഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യോട്ടിംഗ് ആക്ടിവിറ്റി ഞങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആരുടെയും സപ്പോർട്ടില്ല. ഒരു ഗവൺമെൻറ് സപ്പോർട്ടില്ല, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആരുടെയും സപ്പോർട്ടില്ലാണ്ട് ഞങ്ങളുടെ എല്ലാ ഹാർഡ് വർക്കും ഹാർഡ് മണിയിലാണ് ഞങ്ങളിതെല്ലാം ഇതുവരെ എത്തിച്ചത്. ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണോ? യെസ്, ഇറ്റ്സ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഇതിന് സർട്ടിഫിക്കറ്റിന്റെ വാലിഡേഷൻ സർട്ടിഫിക്കേഷൻ വാലിഡേഷൻ എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കേഷൻ. അതെ, നിങ്ങൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെ വാലിഡ് ആണ്? ഞങ്ങളല്ല, ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ്. ഞങ്ങൾ ഇത് കേരളത്തിൽ മാത്രം, ഈ മുളന്തുരുത്തിയിൽ മാത്രമാണോ വാലിഡ്? മുളന്തുരുത്തിയല്ല, ഇത് മുളന്തുരുത്തിയല്ല. ഞങ്ങൾ ബേസിക്കലി എറണാകുളമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഫസ്റ്റ് അക്രഡിറ്റേഷൻ സെന്റർ ആണ്. ഓൾ ഇന്ത്യയിലെ 10th പ്ലേസ് ആണ് ഈ കേരള വാട്ടർ സ്പോർട്സ് ആൻഡ് സെയിലിംഗ് ഓർഗനൈസേഷൻ. അപ്പൊ ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സർട്ടിഫിക്കേഷന് ശേഷം YAയിൽ ഞങ്ങളുടെ അപെക്സ് ബോഡിയിലേക്ക് ഞങ്ങൾ ഡാറ്റ എല്ലാം പാസ് ചെയ്യും. അപ്പോൾ അവരിതെല്ലാം സർട്ടിഫിക്കേഷൻ തരും. കാരണം ഇൻസ്ട്രക്ടർ വന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ട്രെയിനിങ് കൊടുക്കാം, പക്ഷെ ഈ സർട്ടിഫിക്കേഷൻ കിട്ടില്ല. ഇപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇപ്പൊ നടക്കുന്നത് പവർ ബോർഡ് ഹോൾഡിംഗ് സർട്ടിഫിക്കേഷൻ. അതിൽ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അവർക്ക് ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞ ആ സാർ ആരാണ്? ഏത് മാഡം പറഞ്ഞില്ല ഒരു സാറുണ്ടെന്ന്, അതാരാ? അതാണ് ഈ സാർ? ക്യാപ്റ്റനാണ്. അല്ലെ, അതാണ് ഈ സാറ്. ജോളി സാറാണ്. കാരണം ജോളി സാറിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാമോ? സാറാണ് ഈ ഓർഗനൈസേഷന്റെ ഈ വാട്ടർ ആക്ടിവിറ്റി എല്ലാം സാറാണ് കെയർ ചെയ്യുന്നത്. ബോട്ടം ടു ടോപ്പ് ലെവലിൽ സാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ഏത് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാലും സാറിനെ പോലെ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളില്ല. സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സാർ പറയട്ടെ? എന്നുള്ള പേരിലൊക്കെയാണ് എന്നെ അറിയപ്പെടുന്നത്. കാരണം 2008 കൊച്ചി ടു ലക്ഷദ്വീപ് ഇന്ത്യൻ നേവി അറേഞ്ച് ചെയ്ത ഒരു ഓഫ് ഷോർ സെയിലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1 സിവിലിയൻ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഒരു സിവിലിയനായിട്ടുണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ മെഡൽ കിട്ടാനായിട്ട് ഇതിന് സാഗറിനെ ആകർഷിച്ചത് ഇതിന്റെ മെഡലാണോ, അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ, അത് പൈസയാണോ, എന്താണ്? പ്യൂർലി മൈ പാഷൻ. സാധാരണ ഇതിൽ കേരളത്തിലെ 3.5 കോടി ആളുകളുണ്ടായിട്ട് ആർക്കും തന്നെ യോട്ടിങ്ങിനെ പറ്റി സ്പെല്ലിംഗ് പോലും അറിയാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് 2008 തന്നെ ആ ലെവലിൽ എത്താൻ പറ്റി. ഇപ്പം മാഡം ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകളുടെ താല്പര്യം കൊണ്ട് കൺസിഡർ ചെയ്തിട്ടാണ് കേരള വാട്ടർ സ്പോർട്സ് ആൻഡ് സെയിലിംഗ് ഓർഗനൈസേഷൻ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ ഈ ആക്ടിവിറ്റി ജനകീയമാക്കാൻ ശ്രമിച്ചു. 1000 കുട്ടികൾ ഓൾ കേരളയിലെ ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു. 7ാം ക്ലാസ് തന്നെ എല്ലാം കഴിഞ്ഞു. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിലുള്ള പല ചാമ്പ്യൻഷിപ്പിലും കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആ ബാച്ച് എല്ലാം വലുതായി പോകുന്നതനുസരിച്ച് അവരെല്ലാം സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ജോലി കിട്ടി അവരൊക്കെ മുന്നോട്ട് പോയി. പിന്നെ 2012 യമൻ ടു കൊച്ചി സെയിൽ ചെയ്ത് വേൾഡ് റെക്കോർഡ്. മൈ ക്യാപ്റ്റൻ വാസ് CB രാമൻ. ഇപ്പോഴത്തെ ഈ കോഴ്സിന്റെ കണ്ടന്റ് എന്താണ്? ഐ മീൻ ഇൻ 5 words.
ഈ സർട്ടിഫിക്കേഷൻ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റാണ്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അവരുടെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് സർട്ടിഫിക്കറ്റ് KWS അല്ല തരുന്നത്. പവർ ബോട്ട് ഓടിക്കാനുള്ള നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ. ആ സെൻട്രൽ ഗവൺമെന്റ് ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കും. ആ സർട്ടിഫിക്കറ്റിൽ എന്താണ് ഹെവി വെഹിക്കിൾസ്, ലൈറ്റ് വെഹിക്കിൾസ് അങ്ങനെ വല്ല കപ്പലുണ്ടോ? ഇതിനകത്തുള്ള ലിമിറ്റേഷൻ ഇൻക്ലൂഡിംഗ് സി ഇന്റർനാഷണൽ വാലിഡ് അപ് ടു 350 HP എഞ്ചിന്റെ കപ്പാസിറ്റി മാത്രമേ സീൽഡുള്ളൂ. 350 HP നേരെയുള്ള വെഹിക്കിൾ ഓടിക്കാൻ ഇതിൽ ലൈസൻസ് പറ്റത്തില്ല. ഓക്കെ. അതർവൈസ് 350 താഴെ അത് ആ ലൈസൻസിൽ ഉണ്ടാവും. അതിനകത്ത് ഇതില്ല. ഇത് ഇന്റർനാഷണലി ഇപ്പൊ 2 years ആണ് ഇത് വാലിഡ്. വാലിഡിറ്റി ഈസ് ഓൺലി 2 years. അത് ഇന്റർനാഷണലി കൊടുക്കുന്ന എല്ലാ അത് സർട്ടിഫിക്കറ്റും കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? റിന്യൂ ചെയ്യണം. എത്ര ഫീസ് അത് കാലഘട്ടത്തിൽ ഏകദേശം ഇപ്പൊ എത്രയാ? ഇപ്പോ നൗ വി ആർ ചാർജിങ് 25,000 rupees ഫോർ ദി ഹോൾ ടോട്ടൽ. കാരണം സ്വിമ്മിങ്, റോയിങ്, കയാക്കിംഗ്, കനോയിങ് എല്ലാ സാധനങ്ങളും ചെയ്ത് റിന്യൂവലിന് എത്രയായിരിക്കും? അത് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ റിന്യൂവൽ എത്ര? 2 yearsലാകുമ്പോൾ YA തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അന്നേരം വരുന്ന സിറ്റുവേഷൻ കാരണം വി ഡോണ്ട് ഹാവ് അവർ ഓൺ പ്ലേസ്. ദിസ് പ്ലേസ് ഐ ബീൻ സംബഡീസ് ഒരു ഡൊണേഷനിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഇൻ കേരള ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് അത്. അതെ. ഓക്കെ. ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല? ഒരു സപ്പോർട്ടും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. കാരണം ആയിരക്കണക്കിന് പിള്ളേരെ കേരളത്തിൽ നിന്ന് യോട്ടിങ് പഠിപ്പിച്ച് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ എത്തിച്ചിട്ടും ഒരുപാട് മെഡൽ കേരളത്തിന് നേടിക്കൊടുത്തിട്ടും. എക്സാമ്പിൾ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ഈസ് ഹാപ്പനിങ് എല്ലാ വർഷവും ഇന്ത്യയില് ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ആണ്. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു ടീമേ ഇന്ന് വരെ പോയിട്ടുള്ളൂ. ആ ടീമിനെ അയച്ചിട്ടുള്ളത് KWS ആണ്. ആൻഡ് അവർ മെഡലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ എങ്ങനെ മെഡൽ കിട്ടിയെന്ന് പറയുമ്പോൾ കുറച്ച് പേര് എന്തോ ആഘോഷിച്ചു. പക്ഷേ ഈ കോഴ്സിലെ കണ്ടന്റ് എന്താണ്? കോഴ്സിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സിലബസ് ഉണ്ട്. സിലബസ് കയാക്കിംഗ് അങ്ങനെ പ്രത്യേകിച്ച് കയാക്ക് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. ഒരു പാഡിൽ കിട്ടിയാൽ തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിയർ മാറാം. ഓക്കെ. സ്ട്രേറ്റ് നിങ്ങളൊരു ബോട്ടിലേക്ക് എൻട്രി ചെയ്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബോട്ട് ബാലൻസിങ് മസ്റ്റ് ആണ്. ഓക്കെ. ഓക്കെ. അതുകൊണ്ടാണ് കയാക്കിലേക്കൊക്കെ നിങ്ങൾ എൻട്രി ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഓക്കെ. പിന്നെ സർവൈവൽ ടെക്നിക്സ് വിത്തൗട്ട് യെസ് അതിലോട്ട് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാട്ടറിൽ സ്വിമ്മിംഗ് ഇവിടെ കേരളത്തിൽ മറ്റാരും പഠിക്കും. ഇപ്പൊ ഈ ബാച്ചിൽ തന്നെ എത്രയോ ആളുകൾ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ. അത് പ്യൂർലി ഓപ്പൺ വാട്ടർ. പലർക്കും ഒരു പക്ഷേ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ഉണ്ടാവാം. ഓക്കെ. പക്ഷെ ഒരു സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് വന്നിട്ട് ഇതുപോലുള്ള ഒരു ഓപ്പൺ വാട്ടറിൽ ദിസ് ഈസ് ഓൺലി പ്ലേസ്. സ്വിമ്മിംഗ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിക്കുന്നതാണ് കൂടുതൽ ഓപ്പൺ വാട്ടറിൽ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എങ്ങനെ രക്ഷപ്പെടാം വെള്ളത്തിലൊരു ഇഷ്യൂ, ലൈഫ് സേവിംഗ് ടെക്നിക്സ്, സ്വന്തമായിട്ട് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്, വേറൊരാളെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും, ഇതാണ് പിന്നെ അതിന്റെ അടുത്ത നമ്മൾ അവിടെ വരെ ഇത് ആയിട്ട്. നിങ്ങൾ റിസർച്ച് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ റിസർച്ച് പ്രോജക്റ്റ് കണ്ടു? യെസ്. കാരണം യുണൈറ്റഡ് നേഷൻ 5% ഓഫ് ഫ്യൂവൽ കൺസംപ്ഷൻ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് എന്നുള്ള റിക്വസ്റ്റ് ഹോൾ വേൾഡിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ പുറത്ത് ഒരുപാട് സയന്റിസ്റ്റ് ആ വർക്കിംഗ് റെഡ്യൂസ് കാർബൺ ഫുട്പ്രിന്റ് ഓൺ വാട്ടർ. സോ ആസ് എ സെയിലർ ഞങ്ങളുടെ ചെറിയ എക്സ്പീരിയൻസ് ഇതുവരെയുള്ള ആ കോൺഫിഡൻസ് വെച്ചിട്ട് വി ജസ്റ്റ് തോട്ട് വൈ വി കാൻ ഇൻട്രൊഡ്യൂസ് സെയിലിംഗ് ടു ഫിഷർമാൻ. കാരണം ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം നോക്കിയാൽ ഫിഷർമാൻ ആണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന ഒരു വിഭാഗം. അതാണ് മണ്ണെണ്ണയാണോ അതോ ഡീസലാണോ? ഡീസലാവാം, പെട്രോൾ ആവാം, എനിത്തിങ് വിത്ത് കാർബൺ പ്രിന്റ്. അല്ല, കാർബൺ പ്രിന്റിനെ കുറയ്ക്കാന്നാണല്ലോ യുണൈറ്റഡ് നേഷൻ പറയുന്നത്. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് യോട്ടിംഗ് ഈ ഫിഷർമാനിലോട്ട് കണക്ട് ചെയ്താൽ 5% അല്ല 50% കുറയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പ്രൂവ് ചെയ്തു? അല്ല, പ്രൂവ് അല്ല, നിങ്ങൾ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തു? തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നീളം എത്രയാണ്? നീളം 5 മീറ്റർ. അതിന്റെ നിങ്ങൾ തിയറിറ്റിക്കൽ സ്റ്റഡിയെല്ലാം കഴിഞ്ഞു. ഈ സ്റ്റഡിക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് വന്നോ? ഈ തിയറിറ്റിക്കൽ സ്റ്റഡിക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് വന്നോ? നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തോ? ആരെങ്കിലും കോൺടാക്ട് ചെയ്തോ? ട്രൈ ചെയ്തോ? അല്ല, ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അവർക്ക് ഇതിനകത്ത് കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത ആളുകളെയാണ് പല ഡിപ്പാർട്ട്മെന്റിലും കാണുന്നത്. ഈവൻ മാഡം ഈ
ഈ കാര്യം പറഞ്ഞു, പല കാര്യം പറഞ്ഞു. ഈവൻ ഈ സർട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ട് ഈവൻ മേഴ്സിക്കുട്ടി നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പലവട്ടം പോയതാണ്. അവര് താഴെ അങ്ങോട്ട് പറഞ്ഞേക്കും ഇങ്ങോട്ട് പറഞ്ഞേക്കും. ആൻഡ് ആസ് ഓഫ് ടുഡേ നത്തിങ് ഹാപ്പൻ. അപ്പൊ കേരളത്തിൽ നിന്ന് 900 ആളുകൾക്ക് ഫിഷർമാന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് കേരള ഗവൺമെന്റ് തീരുമാനിക്കുകയും 40 പേരുടെ ഓരോ ബാച്ചിനെ ഗോവയിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഔട്ട് ഓഫ് 900 600 പേരുടെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, 300 പേര് പെൻഡിംഗ് ആണ്. 8 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ആ കോഴ്സ് എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? വെരി സിമ്പിൾ. 8 കോടി രൂപ ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ല. ഒരു സപ്പോർട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് ചാനലാണെന്ന് അറിയില്ല. അതും അറിയില്ല. ചാനൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സ്പോർട്സ്, എഡ്യൂക്കേഷൻ, ഫിഷറീസ് ഇങ്ങനെ പലതും ഇതിന്റെ ഡയറക്ട്ലി കണക്റ്റഡാണ്. നമ്മളുടെ ഒരു ധാരണയുണ്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിഷർമാന് വേണ്ടി മാത്രം. അതിനകത്ത് ഇപ്പൊ 39 ഒളിമ്പിക്സ് ഉള്ള ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയായി. അപ്പൊ അതുപോലും ഇവിടെ ഇപ്പൊ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന് അത് അറിയില്ല. ഒരു സ്പോർട്സ് ഒരു മെഡൽ പോലും ഒളിമ്പിക്സിൽ ഇല്ലാത്തതിനെ പറ്റി പറയാൻ ഇവിടെ ആളുകൾ ഉണ്ടാവാം. അതാണ് നമ്മുടെ ഒരു ഡ്രോബാക്ക്. സ്പോർട്സിനെ പറ്റി പറഞ്ഞു. 39 ഒളിമ്പിക്സ് മെഡലുള്ള ഈ യോട്ടിംഗ് കേരളം പോലെ ഒരു സൂട്ടബിൾ സ്റ്റേറ്റ് ഇന്ത്യയിലില്ല. നമുക്ക് ബാക്ക് വാട്ടറും കോസ്റ്റൽ ഏരിയയും ആവശ്യത്തിൽ കൂടുതലുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. 39 ഒളിമ്പിക്സ് മെഡലുള്ള യോട്ടിംഗ് സ്പോർട്സിൽ ഉൾപ്പെടുത്തണം. മിസ്റ്റർ ജോളി തോമസ് ഈ രംഗത്തേക്ക് ഏത് വയസ്സിലാണ് ഇറങ്ങിയത്? 50 വയസ്സ്. അപ്പൊ ഇതിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലാത്ത. ലോവർ ഏജ് ഉണ്ടോ? ലോവർ 7 വയസ്സാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? മാഡം അങ്ങനെയൊക്കെ പറയുന്നു. മാഡത്തിന് ഒരു സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. അപ്പോ ഏത് ജെൻഡറിനും ഇവിടെ പങ്കെടുക്കാം. അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. സർട്ടിഫിക്കേഷൻ 18 വയസ്സായിരിക്കണം. ഒരു സർട്ടിഫിക്കേഷൻ അതെ. അത് ഇന്റർനാഷണൽ റൂളാണ്. 18 വയസ്സ് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ യോട്ടിംഗ് പഠിക്കാൻ 7 വയസ്സാണ് ക്വാളിഫിക്കേഷൻ. അതായത് 7 വയസ്സുള്ള ജെൻഡർ ഡിഫറൻസ് ഉള്ള ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ. യോട്ടിംഗ് ട്രെയിനിങ് ഈ പറഞ്ഞ കോഴ്സിന്റെ ഭാഗമാണോ? അല്ല, ഈ കോഴ്സിന്റെ ഭാഗമായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അതെങ്ങനെ പഠിക്കാൻ പറ്റും? അതിപ്പോ ഞങ്ങളിവിടെ ഒരു 1000 കണക്കിന് പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു. അല്ല, ഇനിയിപ്പോ ഞാൻ പഠിക്കണമെങ്കിൽ അല്ലെ എന്നെപ്പോൾ ആൾക്കാർ പഠിക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും പഠിപ്പിച്ചത്. ഒരിക്കലും അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യാൻ പാടില്ല. കാരണം എക്യുപ്മെന്റ് ഓൾറെഡി വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ അത് സ്വന്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ മാത്രമേ അത് സൂക്ഷിച്ച്. അതിനെന്ത് വിലയുണ്ട് എക്യുപ്മെന്റ്? ഏകദേശം റഫ്ലി. അല്ല, അങ്ങനെ 39 ഒളിമ്പിക്സ് മെഡലുള്ള സാധനത്തിന്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എത്ര കാറുണ്ട്, കാറിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഞാൻ പറയും, അതായത് ഇപ്പോ ഞാൻ പറയും, ഓക്കെ, കാർ വില എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെ ഉണ്ട്. പക്ഷെ ഒരു ആവറേജ് അല്ല, ഇതൊരു ഗൈഡൻസിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഓപ്റ്റി ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ. അത് 2 lakhs and above. ഓക്കെ. അപ്പൊ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ നമ്മൾ താങ്ങാനൊക്കെ പറ്റും. 2 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനും പിള്ളേർക്ക് അത് എനിക്കറിയാം. 2 ലക്ഷം രൂപ ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റും, ഐഫോൺ വാങ്ങിക്കാൻ പറ്റും, ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റും. അപ്പൊ ഇത് വാങ്ങാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങൾ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച നിലയ്ക്ക് ഞാൻ ഒരുപാട് പാരന്റ്സിനെയും ഇന്റർവ്യൂ ചെയ്തു. കാരണം ഓരോ പാരന്റ്സിനും ഇവർക്ക് വരുന്ന വഴി തന്നെ അവരുടെ കുട്ടികൾ വലിയ സെയിലർ ആവണം. ഒരിക്കലും ആവില്ലല്ലോ. പിന്നെ എക്യുപ്മെന്റ് വാങ്ങാൻ പറയുമ്പോൾ അവർ ആ വിലയ്ക്ക് മറ്റെന്ത് ഗിഫ്റ്റും കൊടുക്കും അവർക്ക്. പക്ഷെ ഇത് വാങ്ങാൻ പറ്റില്ല. ഐഫോണിന് 1 ലക്ഷം അതൊക്കെ കൊടുക്കും, പക്ഷെ ഇത് വാങ്ങില്ല. സ്കില്ലിന് വേണ്ടി ഒന്നും ചെയ്യില്ല, മാൻ പവറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതല്ലേ പരാതി? അഗ്രി ചെയ്യുന്നു. പിന്നെ ഇപ്പോ ചെയ്യുന്ന കോഴ്സുകൾ കൊണ്ട് എത്രത്തോളം ഹാപ്പിയാണ് ആ സ്റ്റുഡൻസ് ഒന്ന് വിളിക്കാമോ? വിളിക്കാം. വരാൻ പറയും. ഹലോ, പ്ലീസ് കം എവരിബഡി. നമ്മുടെ ഇപ്പൊ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് എല്ലാം വരുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് ഓരോ പേരുകൾ അവരുടെ പറയും, പിന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസും പറയും. എന്നിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോ സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇതൊരു ചെറിയ കാര്യമാണ് പവർ ബോർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അതിപ്പോ നാഷണൽ ആൻഡ് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ കഴിയുന്നു. ഇപ്പൊ ഗൾഫിലോ പോവുകയാണെങ്കിൽ ഔട്ട്ലോ റെന്റെ കാർ പോലെ റെന്റെ ബോട്ട് എടുത്ത് അവിടെ ഓടിക്കാൻ പറ്റും. ആ ഫെസിലിറ്റി കേരളത്തിലുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, സാറിന് ഫ്യൂച്ചർ പ്രോജക്ട് എന്ന് പറയുമ്പോൾ കുറച്ച് റിസർച്ച് പ്രോജക്റ്റ് ഉണ്ട്. അല്ല, അതിപ്പോ ആദ്യം പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനെയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിന് ഗവൺമെന്റിന് അസിസ്റ്റ് കിട്ടാനായിട്ട് എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്യുന്നു? എല്ലാം ചെയ്യുന്നു, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതെ, ഇല്ല. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്
കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പല വട്ടം അതെല്ലാം പോയി നോക്കിയതാണ്. ഈ മേഴ്സി കുട്ടിയമ്മയ്ക്ക് എത്ര പ്രായം ഉണ്ടാവും? പറഞ്ഞിട്ട് കാര്യം. പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ഞാൻ ചെന്ന് അല്ല, അവർ ഓൺലൈൻ വഴി മീമിക്കാന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരി, അത് വേറെ കാര്യം. അതുപോലെയല്ല ഈ ഒരു സംഭവം. ഇത് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഡയറക്ടറോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പില്ലർ ടു പോസ്റ്റ്, അത്രയാണ് പരിപാടി. മനസ്സിലായി. ഇനിയിപ്പോ ഓരോ സ്റ്റുഡൻസ് ആയിട്ട് അവർ പേര് പറയുന്നതായിരിക്കും. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്. ആദ്യത്തെ സ്റ്റുഡന്റ് മിസ്റ്റർ നസീർ. അത് പുള്ളി ഒരു ഡ്രൈവറാണ്. പുള്ളിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പുള്ളി വിചാരിച്ചിരുന്നു. പക്ഷെ പുള്ളി കൺവിൻസ്ഡ് ആണ്. ഒരു ഡ്രൈവറായ നസീറിന് പോലും ഇതിന്റെ കോഴ്സിന്റെ ആവശ്യമുണ്ട്. എന്താണ് നസീർ ഈ കോഴ്സിന്റെ ആവശ്യം? ബോട്ടിങ് പഠിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് ഓട്ടിക്കാനുള്ള ഒരു ഡ്രൈവർ തിരയേണ്ട ആവശ്യമില്ല. സാറ് തന്നെ ലൈസൻസ് ഇന്റർനാഷണൽ ആണ്. അപ്പോൾ അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വിദേശങ്ങളിലാണെങ്കിലും അത് ഉപയോഗപ്രദമാണ്. ഇവിടെ ഡൈവിങ്ങിന്റെ വർക്കില്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു ജോബിന് ഓഫറുള്ള ലൈസൻസ് ആണ്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഈ കോഴ്സ് കണ്ടന്റില് സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ കോഴ്സ് ഭയങ്കര റാഗിങ്ങും ബഹളമൊക്കെയാണോ? സാറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ സാറ് ഒരു ടഫാണ്, റഫാണ്, ആരോട് ചിരിക്കുന്നില്ല. അത് കഴിയുമ്പോൾ നന്നായിട്ട് തമാശയെല്ലാം പറയുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരി. സാറിന് വല്ല ദുശ്ശീലങ്ങളുണ്ടോ? എനിക്കറിയില്ല. ഇല്ല. ജിബിൻ ഒരു ബോട്ട് മേക്കറാണ്, FRP. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബോട്ട് കമ്പനിയും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. യങ് എന്റർപ്രണർ, യങ് ഇന്ത്യ. ഈ കോഴ്സിലേക്ക് എന്തിനാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്? വെറുതെ വീട്ടിലിരുന്ന പോരായിരുന്നോ? എന്തിനാ അതൊക്കെ ജോയിൻ ചെയ്തത്? ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം. അതിന് ഇപ്പോൾ ഒരു മെയിൻ ആക്ടിവിറ്റി ബോട്ടിംഗ് ആണ്. ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈസൻസ് ആണ് നിങ്ങൾ ആകർഷിച്ചത് അതോ പഠിത്തമാണ് ആകർഷിച്ചത്? രണ്ടും. പഠിച്ചു കഴിഞ്ഞാലാണ് ലൈസൻസ് കിട്ടുന്നത്. അപ്പൊ മെയിൻലി ലൈസൻസ് ആണ് നിങ്ങൾ ആഗ്രഹം ആണോ? നല്ല കാര്യം. അച്ചായൻ തന്നെ. നമ്മുടെ സെബാസ്റ്റ്യൻ സാറ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. സാറിന്റെ ഒരു M ക്ലാസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞ കാര്യമില്ല. ഇത് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. സോറി. സാറ് എന്തിനാണ് ഈ കോഴ്സിലേക്ക് വെറുതെ ആവശ്യമുണ്ടോന്നത്? വെറുതെ നിൽക്കുമ്പോൾ കുറെ പൈസ വെറുതെ പൈസ ചെലവാകാനായിട്ട് വന്നാണോ? കടലിൽ കായം കലയുന്ന പോലെ വന്നാണോ പൈസ? ഓക്കെ. ലൈസൻസ് ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഈ ലൈസൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സാറുമായിട്ട് സംസാരിച്ച സാറ് പറഞ്ഞു അത് ലീഗൽ അല്ല ശരിക്കും. ഏതാണെങ്കിലും ലൈസൻസ് ഒരു മസ്റ്റ് തിങ്. അപ്പോൾ എനിക്ക് വാട്ടർ സ്പോർട്സിൽ ഇത്രയും കാലം താങ്കൾ അവിഹിതമായിട്ടാണ് ബോട്ടുകൾ ഓടിച്ചിരുന്നത്. വരെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതെ. ഇനി നിങ്ങൾ ധൈര്യത്തോടെ ഓടിക്കും അല്ലേ? അടുത്ത ആളും ഒരു ഡൈവിംഗ് സർവീസ് പ്രൊവൈഡറാണ്. പുള്ളി ബോംബെയിൽ ഉള്ള ആളായിരുന്നു, നമ്മുടെ അയലക്കാരനാണ്. പക്ഷേ ഇപ്പോൾ കൊച്ചിക്കാരാണ്. നമ്മൾ ഇപ്പോഴും അയലക്കാരാണ്. അപ്പോൾ സാറിൻ്റെ പേര് നാളും വേണ്ട, നാള് പറയണ്ടല്ലേ? എന്താ നാളെന്താ? അപ്പോൾ താങ്കളുടെ ആക്ടിവിറ്റീസും ഇതിൻ്റെ എക്സ്പീരിയൻസ്? സാച്ചുറേഷൻ ഡൈവിംഗ്. ഈ മലയാളീസ് വി ആർ വെരി ഫാസ്റ്റ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. താങ്കളുടെ പേര് പറഞ്ഞില്ല. ഓക്കെ. എവിടെ കമ്പനി? കടവന്ത്രയാണ്. ഇപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇപ്പൊ ആദ്യമായിട്ടാണുള്ള കോഴ്സിന് കാണുന്നത്? ഉണ്ടായിരുന്നു. ഇത് ട്രെയിൻ ചെയ്യാൻ വന്നാണോ ട്രെയിനിങ് വന്നാണോ? ട്രെയിൻ ചെയ്യാൻ വന്നതല്ല. ഓ, ഞാൻ വിചാരിച്ചു ട്രെയിനിങ് വന്നതാണ്. അടുത്ത പയ്യന്റെ പേര് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. പുള്ളി ട്രേഡിംഗ് ആണ്. ബോംബെ ആണ്, പോവയാണ്. നമ്മുടെ അടുത്ത അയലക്കാരാണ്. പേര് മാത്രം അറിഞ്ഞില്ല. BSc ഫിസിക്സ്. അപ്പൊ എന്താണ് പരിപാടി? എന്തിനാണ് ഈ പരിപാടി? ട്രേഡിംഗ് ചെയ്താൽ പോരെ? എന്തിനാ നിങ്ങൾ വന്നത്? എന്റെ ഫാദർ ജോലി സാറിന്റെ സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ വർഷം എന്റെ ഫാദർ ലൈസൻസ് ഒക്കെ എടുത്ത് ഞങ്ങളിപ്പോ ഇതിലോട്ട് ഇൻട്രസ്റ്റഡ്. എവിടെയാണ് വീട്? വീട് കടവന്ത്ര. കടവന്ത്ര എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങള് പാലക്കാരാണ്. അപ്പൊ അവിടെ വാട്ടർ ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? വാട്ടർ ഫ്രണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട്. ആസ്റ്റർ മെഡിസിറ്റി ഓപ്പോസിറ്റ്. എന്ത് ആസ്റ്റർ മെഡിസിറ്റി? അതാ പറഞ്ഞു വരുന്നത്. സി മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ്. ആസ്റ്റർ മെഡിസിറ്റി എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ. അല്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഞാനും ഫാസ്റ്റാണ്. അതിനടുത്ത് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. മതാമെന്ന് ഉദ്ദേശിച്ചത് മാഡത്തിനല്ല, വേറെ മതമേ. മാഡല്ല. പറഞ്ഞോളൂ. ബോണി, നമ്മളൊക്കെ മറന്നോ? അടുത്ത ആള് നമ്മുടെ ഒരു അനന്തു അല്ല, ലിയോന്റെ സൺസൈൻ എന്താ? ലിയോണോ? നിറന്താ ലിയോ എന്ന് പേട്ടത്? പേരീസ് നിലുണ്ടത്.
ഏരീസ് ടാർഗേറിയൻ അറിയില്ലേ? ഏരീസ് ടാർഗേറിയൻ അറിയില്ല? ഏരീസ് ടാർഗേറിയൻ അറിയില്ലേ? അറിയുന്ന ആൾക്കാരാ? അന്നൊന്ന് കാണണം. ആ പറഞ്ഞോളൂ. ഏരീസ് എന്താണ്? സോറി, ലിയോൺ എന്താണ്? ഈ കോഴ്സിലേക്ക് ആകർഷിച്ചത് അച്ഛൻ വന്ന കാരണമാണോ അതോ സ്വന്തം താല്പര്യപ്രകാരമാണോ? താല്പര്യമുണ്ടായിരുന്നു. ബോട്ടിങ് കൊച്ചിയിൽ ഈ വാട്ടർ മെട്രോ ഒക്കെ വരുന്ന കാരണം ഇതിന് എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ബോട്ടിംഗ് ഒക്കെ അറിയാൻ. അത് കാരണം പഠിച്ചേക്കാന്ന് വെച്ചിട്ട്. ആനന്ദ് ഒരു സെയിലറാണ് ഓൾറെഡി അല്ലേ? ബിടെക് ആണ്. അപ്പോൾ ഇതിലൊക്കെ എന്താ വരാൻ കാര്യം? ഇനി ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഭാവി ജോലി സ്കോപ്പുള്ള ഇതുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. സാറ് ഒരു സ്കൂൾ നടത്തിപ്പുകാരനാണ്. എൻ്റെ പേര് സൂര്യ എന്നാണ്. സ്കൂൾ നടത്തിപ്പിക്കുന്നു. സ്കൂൾ മുതലാണ്. സാറില്ലേ അതൊക്കെ ഓർത്ത് വിഷം. എല്ലാവരും ഇത്രയും പേര് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മള് കോവിഡ് റൂൾസ് അനുസരിച്ച്. സാറ് നമ്മുടെ ജോളി സാറിന്റെ പഴയൊരു ശിഷ്യനാണ്. സാറിനെ അസിസ്റ്റ് ചെയ്യാണ്. ഇത് അസിസ്റ്റ് ചെയ്യുമ്പോൾ സാറ് വല്ല കാശ് തരുന്നുണ്ടോ? ഒന്നുമില്ല, ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടി വന്ന് ചെയ്യുന്നതാണ്. കാശിനായിരുന്നെങ്കിൽ നമ്മള് ചെയ്യില്ല. അപ്പോൾ ഇത് പറയാനുള്ളത്, ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവിടെ പൈസ ഒരു പ്രശ്നമേ അല്ല. പൈസ ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് ഓർഗനൈസേഷന് അതിൻ്റെതായ ഫീസ് ഉണ്ട്. അതിന്റെ ഫീസ് ചെലവ് അത് എല്ലാ കാര്യത്തിനും പൈസയിലാണ് നടക്കില്ല. പക്ഷെ താങ്കളെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ ഒരു ത്രില്ലിന് വേണ്ടിയാണ്. ത്രില്ലിനും സഹായത്തിനും എക്സ്പീരിയൻസിനും വേണ്ടി. വേറൊരു കാര്യം, ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോയവർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരിക്കൽ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അവർ പിന്നെ എവിടെയെങ്കിലും ഫോട്ടോ ഓടിക്കാൻ അവരുടെ നടക്കണ്ട. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവർ കൂടെ വരാം, ഫോട്ടോ ഓടിക്കാം. അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. സാറാണ് ലാസ്റ്റ് സ്റ്റുഡന്റ്. സാറിന്റെ പേരെന്ന് പറയും. ഈ കോഴ്സിലേക്ക് വരുന്നത് നമുക്ക് ഈ കടലിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ കായലിൽ കൂടെ കാറ്റിൻ്റെ സഹായത്തോടു കൂടി സെയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ആണ് ആദ്യമേ മോട്ടറിലുള്ള ബോട്ട് ഓടിക്കാൻ പഠിച്ചത്. പിന്നെ അതിൻ്റെ കുറച്ച് സെക്കൻഡായിട്ട് ബാക്കിയുള്ള സെയിലിംഗ് വിൻഡ് സർഫിങ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അതും കൂടെ കൊടുത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇനി ലാസ്റ്റ് സ്റ്റുഡന്റ് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്ത് ജീവൻ പറഞ്ഞ കോഴ്സ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. എൻ്റെ അടുത്ത് അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. ഇത് രണ്ടും നല്ല കാര്യത്തിൽ വേറെ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. സാറും ഇല്ല സാറില്ല ക്യാമറയുടെ മുമ്പിൽ ക്യാമറയുടെ പുറകിലും എല്ലാവരും നടന്നോ. മാർച്ച് ഫാസ്റ്റ് എനിക്ക് മാത്രമല്ലേ വേറെ ഡ്രസ്സില്ല. ഇതിനുള്ളിൽ ടവല. ഇതൊക്കെ റെക്കോർഡായി. ബോണി ഇവിടെ മിസ്സായ ആളാണ്. ബോണി എല്ലാ എഞ്ചിൻ്റെയും പിന്നിലുള്ള ഒരാളാണ്. അതായത് എല്ലാ എഞ്ചിൻ്റെയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന തന്ത്രശാലിയായ ഒരു കുറുക്കനാണ് ബോണി. ബോണിയുടെ മദർ ടങ് തൃശ്ശൂരാണ്. കാരണം അമ്മ തൃശ്ശൂരിനാണ്, ചാലക്കുടിയാണ്. പിന്നെ ബോണിയുടെ ഫേമിൻ്റെ പേര് ഹാന മറൈൻ അല്ലേ? ഒരു യങ് എൻ്റർപ്രണറാണ്. ഈ കോഴ്സിലേക്ക് എന്തിനാണ് വന്നത്? കോഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ അതോ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണോ? എന്ത് സപ്പോർട്ടാണ്? ഞങ്ങൾ കടലിൽ ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അല്ലെ, ഞങ്ങൾ ഒരു എഞ്ചിനൊക്കെ പോയിട്ട് കടലിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നടന്നു. അപ്പോൾ നിങ്ങൾ എത്ര നിങ്ങളുടെ റെസ്പോൺസ് ടൈം എത്രയായിരുന്നു? 1 hour, 2 hours, 3 hours, 20 minutes? ഓക്കെ. ബോണിയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു. നമുക്കിപ്പോൾ ശനിദശയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എഞ്ചിൻ്റെ പവർ പോയിട്ട് ഞങ്ങൾ കടലിൽ ഒഴുകി നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തുഴഞ്ഞ് കരയ്ക്കടുപ്പിച്ചു. എന്നിട്ട് ആ ബോട്ടിലേക്ക് വിളിച്ചപ്പോൾ 20 minutes ആളാണ് ബോണി. ബോണിയുടെ കമ്പനിയുടെ പേരൊന്ന് ഉറക്കെ പറയണം. ഹാന മറൈൻ.